ഹലോ ഓൾ, എല്ലാവർക്കും അഖിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസൊക്കെ നിങ്ങളൊക്കെ ന്യൂസ് കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും. ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ, അവരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, നമ്മുടെ കേരള ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, അതിനകത്ത് പല പാർട്ടികൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ, അക്യൂസേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പൂർണ്ണമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ആ യൂട്യൂബർ പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കപ്പെടുകയും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് ഇന്ത്യയുടെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ യൂട്യൂബർ എന്ന വ്യാജേനല്ല, യൂട്യൂബർ തന്നെയാണ്, എന്നാൽ ആ ഒരു പ്രിവിലേജ് യൂസ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും പോയി വീഡിയോ എടുക്കുന്നു, യൂട്യൂബിലിടുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടി ഒരു ചാരപ്രവർത്തനം നടന്ന പോലെ ചെയ്തുകൊണ്ട് അവരുടെ നിന്ന് പൈസ വാങ്ങി. പാകിസ്ഥാൻ എംബസിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുന്നു, ജ്യോതിയെ പിടിച്ച് ജയിലിലിടുന്നു. അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. ഇതിലുള്ള ഭീകരകരമായ വസ്തുത എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഈ ജ്യോതി എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റിലായതെന്നാണ്. അതിന് എത്രയോ മുന്നേ ഇവര് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്, പാകിസ്ഥാനിലെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു വ്യക്തി കേരളത്തിലും വരുന്നു, കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും വീഡിയോ എടുക്കുന്നു, വിഴിഞ്ഞത്തൊക്കെ പോയിരുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി വീഡിയോ എടുക്കുന്നു, കൊച്ചി, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കുന്നു. അപ്പൊ ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം കേരള ഗവൺമെന്റ് ജ്യോതി മൽഹോത്രയെ പണം കൊടുത്ത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരള ഗവൺമെന്റ് PM മുഹമ്മദ് റിയാസ് ടൂറിസത്തിന്റെ വളരെ തന്ത്രപരമായി ജ്യോതി മൽഹോത്രയെ ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ വരണം, നിങ്ങളൊരു ചാരബന്ധിയാണെന്ന് ഞങ്ങൾ മനസ്സിലായിരിക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് കേരളത്തിൽ വന്ന് കേരളത്തിലുള്ള പല തന്ത്രപ്രധാന സ്ഥലങ്ങളെയും ഫോട്ടോ എടുത്ത് നിങ്ങൾ യൂട്യൂബിലിടണം, പാകിസ്ഥാനെ നമ്മൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. കാരണം വേറൊന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് ഇന്ത്യയെ തകർക്കുന്ന ആൾക്കാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ച് അവർക്കൊരു അവസരം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ നയം എന്ന് വേണം കരുതാൻ എന്ന് നമ്മളോട് പറയുന്നത് ചില BJP നേതാക്കന്മാരാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഒരു കാരണവശാലും PA മുഹമ്മദ് റിയാസോ KP ഗണേഷ്കുമാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേരള മുഖ്യമന്ത്രി, ഇവർക്കൊന്നും ഇതുപോലൊരു തോന്നിവാസം ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത്. അവർ ഇന്ത്യക്കെതിരെ ഒന്നും പ്രവർത്തിക്കുന്നില്ല, അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അവർ സ്വന്തം രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ കേരളം നശിപ്പിക്കാനോ വേണ്ടിയൊന്നും പ്രവർത്തിക്കുന്നില്ല. കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കെ അവർക്ക് ലാഭമുണ്ടാക്കാനുള്ള രീതിയിലുള്ള പല രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പോലെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഞാൻ ന്യായീകരിക്കുകയല്ല അവർ ചെയ്യുന്ന കാര്യങ്ങളെ, പക്ഷേ ഈ ഒരു കാര്യത്തിനെ പറ്റി, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുന്നത് അവരതിൽ നിരപരാധികളാണ് എന്ന് വേണം കരുതാൻ. ആ കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു കാരണവശാലും ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ ചാരപ്രവർത്തനം നടത്തുന്നതാണ് എന്ന് ഞാനും അറിഞ്ഞിരുന്നില്ല, അവരും അറിഞ്ഞിരുന്നില്ല, ഈ ലോകത്തുള്ള കേന്ദ്ര ഇന്റലിജൻസ് പോലും അറിഞ്ഞിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഒരു വ്യക്തമായ ഒരു കൂലങ്കഷമായ അന്വേഷണം നടക്കുന്നത്. അതിനുശേഷമാണ് ഈവൻ ഇന്റലിജൻസിന് വരെ പിന്നെ ജ്യോതി മൽഹോത്ര ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു എന്ന് മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചത്. ഇപ്പോഴും ഇതുപോലൊരു വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ആക്സസിബിൾ ആണ് ഇന്ത്യയിൽ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, ആരൊക്കെയാണോ കാണുന്നത്, ഇപ്പം യൂട്യൂബിൽ ജ്യോതി മൽഹോത്ര യൂട്യൂബ് ചാനൽ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ യൂട്യൂബ് വീഡിയോസ് ഇപ്പോഴും സുലഭമാണ്. ഓക്കെ, അവരുടെ യൂട്യൂബ് ചാനൽ നിരോധിച്ചിട്ടൊന്നുമില്ല ഇന്ത്യയിൽ. തൊടാത്തതിനൊക്കെ പലതും നിരോധിച്ചിട്ടുള്ള ഇന്ത്യയിൽ ഈ ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ നിരോധിച്ചിട്ടില്ല. അത് വളരെയധികം ഒരു കൗതുകകരമായ ഒരു വസ്തുതയായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ BJP നേതാക്കന്മാരായിട്ടുള്ള V മുരളീധരൻ അതുപോലെ K സുരേന്ദ്രൻ, ഈ രണ്ടുപേർ വളരെ കൂലങ്കഷമായി ഇതിനകത്ത് എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട്. PA മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ കേരള സർക്കാർ ഇന്ത്യൻ വിരോധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്കിൽ കൊള്ളാം, ഇവരൊന്ന് കേരളത്തിലേക്ക്, ഇന്ത്യൻ വിരോധിയാണോ എങ്കിൽ കേരളത്തിൽ വരട്ടെ, കേരളത്തിന്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനോടൊന്നും ഒരിക്കലും യോജിക്കാനായില്ല. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നാൽ K സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പൊ V മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. ഓക്കെ,
കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കേരള BJPയുടെ ഏറ്റവും ഉയരത്തിരുന്ന ആളായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ കുറച്ചുകൂടി യുക്തിസഹമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും അവർക്ക് LDFിനോട് വിരോധമുണ്ട് എന്നിരിക്കെ തന്നെ രാഷ്ട്രീയപരമായി ആക്രമിക്കാൻ പല കാരണങ്ങളുണ്ടാവും. പല കാരണങ്ങളുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ ആക്രമിക്കുക എന്ന് പറയുന്നത്, വായി തോന്നുന്നതും വിളിച്ചു പറയുക, ആ രീതിയിൽ സംസാരിക്കുന്നത് വളരെ ലജ്ജാകരമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു BJP അനുഭാവി എന്നിരിക്കട്ടെ, ഒരു BJP അനുഭാവി, ഇപ്പോൾ ഭയങ്കര BJP അനുഭാവിയാണ് ഒരാൾ, അയാൾ ഇങ്ങനെ ന്യൂസിൽ കാണുക, ഇവരിങ്ങനെ പറയുന്ന നോക്കുക, അയാൾ ഇവരെ വെറുക്കല്ലാണ്ടൊന്നും ചെയ്യില്ല. കാരണം ലേശം തലയ്ക്ക് ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും BJPക്കാരൻ്റെ പലരും ഇവർ രണ്ടുപേരും വെറുത്തിട്ടുണ്ട്. കാരണം എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് തന്നെ ഈ പറഞ്ഞ രണ്ടാൾക്കാർ തന്നെ ട്രെയിനിൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് മറ്റേ ഏഷ്യാനെറ്റിലെ ഗം കണ്ടാ മനസ്സിലാവും, വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ രസകരമായിട്ട് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഗം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ജ്യോതി മൽഹോത്ര വീഡിയോ എടുത്തിങ്ങനെ, ഹായ് എന്തൊക്കെയാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ സുഖമാണ് എന്നൊക്കെ പറഞ്ഞ ഇവർ തട്ടിവിടുന്നുണ്ട്. അതുപോലെ തന്നെ കേസരന്തൻ തട്ടിവിടുന്നുണ്ട്. അങ്ങേ വീഡിയോനെ കുറച്ച് കഴിയുമ്പോൾ കേസരന്തൻ വെളിച്ചത്തേക്ക് വരുന്ന വീഡിയോയിൽ. അപ്പോൾ ജ്യോതി മൽഹോത്ര വളരെ അടുത്ത് സംസാരിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ ഇവർ രണ്ടുപേരും. അപ്പോൾ വേണമെങ്കിൽ റിയാസിനും LDF ഗവൺമെന്റ് ഇവരെ ആയുധമാക്കി ഇവര് കേന്ദ്ര ഇന്റലിജൻസിനോട് ചോദിച്ച് ജ്യോതി മൽഹോത്ര സംഭവം കച്ചറയാണെന്ന് മനസ്സിലാക്കി ഇവർ കേരളത്തിലേക്ക് അയച്ച് കേരളത്തിനെതിരെ ഉപയോഗിക്കുകയാണെന്ന് വേണമെങ്കിൽ അവർക്കും പറയാം. അവരങ്ങനെ പറയില്ല എന്ന് വിചാരിക്കുന്നത്. പക്ഷെ റിയാസൊക്കെ പറഞ്ഞ പോലെ എന്തൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കാണുന്നവരുടെ അറിയിലേക്കായിട്ട് ഞാൻ പറയുകയാണ്, ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് പോലും കണ്ടെത്താൻ പറ്റാതെ, അതായത് കേന്ദ്ര ഗവൺമെന്റിനും കണ്ടെത്താൻ പറ്റില്ല, കേന്ദ്ര ഇന്റലിജൻസിനും കണ്ടെത്താൻ പറ്റിയില്ല ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നേ. അപ്പൊ അതിനൊക്കെ മുന്നെയാണ് ഇവർ കേരളത്തിൽ വന്ന് വീഡിയോ എടുക്കുന്നതും ഈ വീഡിയോസ് അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതും. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റിനോ കേരളത്തിലെ കേരള ഗവൺമെന്റിലെ മിനിസ്റ്റേഴ്സിനോ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ KM സുരേന്ദ്രനും V മുരളീധരനും 100% എതിരാണ്, 200% എതിരാണ് അവർ പറഞ്ഞ വാക്കുകളിൽ. അതുപോലെ എനിക്കിപ്പോൾ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണല്ലോ കേരള BJP മെയിൻ. അപ്പൊ അങ്ങേക്കൊരു ചാമ്പൽ കൊടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ കച്ച കെട്ടിയിറങ്ങിയാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചുമ്മാ ആരോപണം ഉന്നയിക്കുന്നത്, സത്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ, അവരിട്ട വീഡിയോ, അവരുടെ പ്രവൃത്തികളിൽ കേരള ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല. കേരള ഗവൺമെന്റ് അതിൽ അബ്സല്യൂട്ട്ലി നിരപരാധികളാണ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ കാര്യത്തിൽ ഞാൻ മുഹമ്മദ് റിയാസിനും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിനും ഒപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗുഡ് ബൈ.